ശ്രീ എം കെ ഹരിദാസ്, തീർച്ചയായും ഡോക്ടർ ജയരാജൻ പറഞ്ഞതിൽ ഒട്ടേറെ വസ്തുതകളുണ്ട്. പല വിഷയങ്ങളിലും കേരളം മാതൃകയാണ്. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി അന്വേഷിച്ച് കണ്ടെത്തിയ നിരവധി കേസുകളുണ്ട്. അവരുടെ ആത്മവീര്യത്തെ ഒന്നും തകർക്കാൻ ഈ ചർച്ചയിലൂടെ നമ്മൾ ആരും ലക്ഷ്യമിടുന്നില്ല. പക്ഷേ സാധാരണക്കാരായ ആളുകൾക്ക് ആ പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ സേനാ സംവിധാനങ്ങൾ കൂടുതൽ കരുത്താർജിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ പത്തനംതിട്ടയിൽ നടന്ന സംഭവത്തിന് ഒരു തരത്തിലുമുള്ള ന്യായീകരണവുമില്ല. പ്രത്യേകിച്ച് ഒരു പരാതി ലഭിച്ചിരുന്നു. അവിടെ ഒരു സംഘർഷമുണ്ടാക്കുന്ന സംഘമുണ്ടെന്നോ സംഘർഷം നടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എത്തിയത് എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ എത്തിയാൽ പോലും കേരളത്തിലെ പോലീസ് സംവിധാനം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ജീപ്പിൽ നിന്നിറങ്ങുന്ന വഴി അവിടെ നിന്നവനെ അടിച്ചൊതുക്കുക എന്നതാണ് ഒരു പോലീസ് സംവിധാനത്തിന്റെ രീതി. ആ പോലീസ് സംവിധാനം വലിയ തെറ്റായ സന്ദേശം തന്നെയല്ലേ നൽകുന്നത് പൊതുസമൂഹത്തിന്? എന്തെങ്കിലും ഒരു വാക്ക് ചോദിച്ചതിന് ശേഷമോ അവർ ആരെയെന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമോ മർദ്ദിച്ചുവെങ്കിൽ അങ്ങനെ കരുതാം. ഇത് CCTV ദൃശ്യങ്ങൾ, ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. പോലീസ് വരുന്നു, അവിടെ സംഘമായി നിൽക്കുന്ന ആളുകളെ ആ നിമിഷം ഇറങ്ങി മർദ്ദിക്കുന്നു. പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങി മർദ്ദിക്കുകയാണ് ആ നിമിഷം തന്നെ. ജിൻസാറിനെ പോലുള്ള കുറച്ച് പോലീസുകാരെ കേരള പോലീസിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അടിക്കടി ഇത്തരത്തിലുള്ള അടിക്കടി എന്ന് തന്നെ പറയണം. ഞാൻ അഭിലാഷിന്റെ 4ാമത്തെ 5ാമത്തെ ചർച്ചയിലാണ് ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ പങ്കെടുക്കുന്നത്. കാരണം കുറവിലങ്ങാട് സംഘർഷം, 2 ഡിവൈഎഫ്ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷം തീർക്കാൻ ചെന്നിട്ടുള്ള ഒരു സബ് ഇൻസ്പെക്ടറുടെ ചെകിടത്ത് ഡിവൈഎഫ്ഐയുടെ 18 വയസ്സായ ഒരു ചെക്കൻ അടിച്ച സംഭവത്തില് താങ്കൾ ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മൾ അടിക്കടി ഇങ്ങനെയൊക്കെ ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഏറ്റവും നല്ല പോലീസ് ഉദ്യോഗസ്ഥനുള്ള ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പൊ നല്ല പോലീസുകാരുണ്ട്, ചീത്ത പോലീസുകാരുണ്ട്. 50% നല്ല പോലീസുകാരെ നമ്മളവിടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള 50%ത്തിൽപ്പെട്ട ഈ ജിനുസാറിനെ പോലുള്ളവരെ കേരള പോലീസിന് വരുന്നത് നാണക്കേട് ചില്ലറയില്ല. കട്ടവനെ കണ്ടില്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ പറയും കടങ്ങോടനെ പിടിക്കുക എന്ന് പറയും. വിവേകമില്ലാത്ത തരത്തില് നമ്മുടെ പോലീസ് മാറിയതിന്റെ ഉദാഹരണമാണ് നമുക്ക് ഈ ചേന്നമംഗലം എന്ന സ്ഥലത്ത് 3 പേരുടെ കൊലപാതകത്തിന് സാക്ഷിയാകേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിയെങ്കിൽ അത് പോലീസിന്റെ വിവേകത്തിന്റെ കുറവ് കൊണ്ടാണ്. കാരണം അവിടെ ആ കുടുംബത്തിന് സംരക്ഷണം നൽകാനോ ഈ പ്രതിയാക്കപ്പെട്ട വ്യക്തിയെ ഏതെങ്കിലും നിലയ്ക്ക് അവന് താക്കീത് നൽകാനോ അല്ലെങ്കിൽ അവനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ജാമ്യത്തിൽ വിടത്തക്കത് ഒരു 24 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുത്താൻ ഒന്നും ശ്രമിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ശ്രീ ജയരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ചെന്താമരയെ 48 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്ത കാര്യം ആലോചിക്കണം. അപ്പൊ അത് കേരള പോലീസിന് ഒരു പൊന്തൂവലാണ് അദ്ദേഹം നൽകുന്നതെങ്കിൽ ശ്രീ ജയരാജ് എന്നെ പോലുള്ളവർക്ക് പറയാനുള്ളത് 4.5 മണിക്കൂർ, 48 മണിക്കൂർ വേണ്ട 4.5 മണിക്കൂർ നന്നായി ചിന്തിച്ചിരുന്നുവെങ്കിൽ ആ രണ്ട് പെൺകുട്ടികൾക്ക് അവരുടെ അച്ഛനെയും അമ്മൂമ്മയെയും നഷ്ടപ്പെടില്ലായിരുന്നു. കാരണം ഇത്തരത്തിലൊരു പ്രതി ഇവരെ കൊല്ലാൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പരാതി കിട്ടിയിട്ടും അതിന്മേൽ നടപടി എടുക്കാത്തതാണ് അവർക്ക് ഈ മരണത്തിലേക്ക് അവർ വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ പരാക്രമം കാണിച്ച SI അഭിലാഷ് തീർച്ചയായിട്ടും 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ 6 മാസത്തെ സസ്പെൻഷൻ ഒരുപക്ഷെ നാളെ ഉണ്ടാകുമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം ഉണ്ടാകുമായിരിക്കാം. സ്ഥലം മാറി കിട്ടിയാലും അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ പരാക്രമങ്ങൾ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നാലും കാണിക്കും. കാരണം അതെന്താ വെച്ച് കഴിഞ്ഞാൽ കേരള പോലീസിന്റെ ആത്മവീര്യം നഷ്ടപ്പെട്ടിട്ട് കുറച്ചു കാലമായി. ഞാൻ അതിന് കുറ്റം പറയുക ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെയാണ്. ഇത്തരം കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത് ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേടല്ലാണ്ട് പിന്നെ എന്താണ്? നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. നവകേരള യാത്രയിലെ ആലപ്പുഴ വെച്ചിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ തടഞ്ഞിട്ടുള്ള സമയത്ത് അവിടെ ഒരു വികലാംഗനെ തല്ലിയ ഈ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ഗാർഡിന് ഗുഡ് സർവീസ് എൻട്രി നൽകിയിട്ട് ഒരു നമ്മൾ പറയില്ലേ മറ്റുള്ള ജനങ്ങളോടും അതുമാതിരി തന്നെ എതിർ രാഷ്ട്രീയ പാർട്ടിയോടും വെല്ലുവിളി നടത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. എന്താണ് അതിലൂടെ മുഖ്യമന്ത്രി നൽകിയ സന്ദേശം? എന്ത് തോന്നിവാസവും നിങ്ങൾ കാണിച്ചുകൊള്ളൂ, അതിന് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ഉണ്ട് എന്നുള്ളൊരു അവസ്ഥയാണ് ആ ഒരു ഗുഡ് സർവീസ് സെന്ററിലൂടെ നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. പിന്നെ ശ്രീ ജയരാജ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പോലീസുകാർ സുസ്ഥിരമായ സേവനം അനുഷ്ഠിക്കുന്നു. താങ്കൾ പറഞ്ഞതിന് ഞാൻ കൂട്ടി പറയുകയാണ്, അത്തരത്തിലുള്ള സുസ്ഥിരമായ സേവനം അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് നമ്മളെ പോലുള്ളവർ രാത്രി സുഖമായിട്ട് ഉറങ്ങുകയും നമ്മുടെ സ്വത്തൊക്കെ അളമാരിയിൽ വെച്ച് കൂട്ടിയിട്ട് ജീവിക്കുകയും ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പോലീസുകാർ എങ്ങനെ മാങ്ങാ മോഷ്ടാക്കളാകുന്നു, തൊട്ടടുത്ത വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയുടെ അരിഞ്ഞാണം മോഷ്ടിക്കുന്ന മോഷ്ടാക്കളാകുന്നു, പെണ്ണു കൂട്ടിക്കൊടുപ്പുകാരാകുന്നു. ഞാൻ പറഞ്ഞ ഭാഷ തെറ്റാണെങ്കിൽ അഭിലാഷനോട് ക്ഷമിക്കുക. മലപ്പുറത്തുണ്ടായ സംഭവത്തിന്റെ തൊഴുത്തിൽ കുത്തിന്റെ പേരിലെ ഒരു ഈജിയൻ തൊഴുത്ത് പോലെയായി കേരള പോലീസ് എന്നുള്ളതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമല്ലേ.
അവനവൻ ഉപയോഗിച്ച പെണ്ണിനെ മറ്റുള്ള ഉന്നത മേലുദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടിക്കൊടുത്തു എന്നുള്ള ഓഡിയോ മെസ്സേജുകളൊക്കെ പുറത്തു വരുമ്പോൾ കേരള പോലീസിന്റെ ആത്മവീര്യം തകർന്നു. കേരള പോലീസിനെ നയിക്കുന്നവർക്ക് തെറ്റുപറ്റാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. കാരണം ഈ സംഭവത്തിൽ, ഈ പത്തനംതിട്ട സംഭവത്തില് മദ്യപാനികളെയും ക്രിമിനലുകളെയും കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായിട്ട് ഒരു സ്ഥലത്ത് വിശ്രമിക്കുന്നവരെയും തിരിച്ചറിയാൻ കേരള പോലീസിന് കഴിയാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേറ്റം പേടിപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ആ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായി അവിടെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ഈ ക്രിമിനൽസിലെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പറയിൽ ഈ ആ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തുള്ളവരിൽ നിന്നോ ഉപദ്രവം ഉണ്ടായാൽ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള പോലീസ് ഒരു സിനിമ സ്റ്റൈൽ സുരേഷ് ഗോപിയെ പോലെ വന്ന് പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നു, തലങ്ങും വിലങ്ങും തലയിട്ട് തോളലും വരെ തല്ലിപ്പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതോ ദൈവത്തിന്റെ നാട് എന്ന് ചോദിച്ചു പോകും. ഈ പോലീസിനെയാണോ എന്തിനാ പറയേണ്ടത് നമ്മള് ദൃഢഭാവേ മൃദുകൃത്യ എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷിപ്പിക്കേണ്ട അവസ്ഥ കേരളീയർക്ക് വന്നതെങ്കിൽ അത് കേരളീയരുടെ ഒരു അപച്യുതിയിലേക്കാണ് ആ ഒരു വാക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നത്. ഇത്തരത്തിൽ മൃദുഭാവയില്ല, ദൃഢകൃത്യമില്ല, ഒന്നുമില്ല. അവർക്ക് തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉന്നത മേലധികാരികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കണ്ണടക്കുകയും രാഷ്ട്രീയ പിന്തുണയുള്ള പോലീസുകാർക്ക് ഇവിടെ എന്തും ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥ വരികയും കേരളത്തിൽ ചെയ്തിരിക്കുന്നത് സാധാരണക്കാരായ നികുതിദായകരെ സംബന്ധിച്ചിടത്തോളം ഭയവിഹ്വലരാക്കുന്ന ഒരു സംഭവമാണെന്ന് നമുക്ക് മറക്കരുത്. കാക്കിധാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോലീസ് ഡ്യൂട്ടി ചെയ്യുന്നവർ മാത്രമാകരുത്. സാമൂഹ്യ സുരക്ഷ അവരിൽ നിക്ഷിപ്തമായിട്ട് മറ്റാരിലേക്കും പോകുന്നു. വേറെ ആരിലേക്ക് സാമൂഹ്യ സുരക്ഷ എത്തണമെങ്കിൽ അത് പോലീസുകാരുടെ കർത്തവ്യ നിർവഹണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വരികയുള്ളൂ. ഓരോ നികുതിദായകരെയും ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട പോലീസ് അവരുടെ തോളലും കയ്യും തല്ലി ഓടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന കാഴ്ച നമ്മുടെ കേരളത്തിന് ചേർന്നതല്ല എന്നാണ് അഭിലാഷ എനിക്ക് പറയാൻ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ